പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചു, ഇനി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അതായത് ഒരു തേർഡ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കാമോ എന്ന് ചോദിച്ചു. അതായത് തേർഡ് ഗിയറിലാകാം, ഫോർത്ത് ഗിയറിലാകാം, സെക്കൻഡ് ഗിയറിലാകാം. ആ ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഇടുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഒരു സംശയമാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യരുത്. കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. മറ്റുള്ളവരും ഇതുപോലെ ലൈസൻസ് എടുത്ത് വാഹനം വീട്ടിലുണ്ടായിട്ട് പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് ഒരു കാര്യം കൂടി, അതായത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടി. എങ്കിലും തനിയെ എടുക്കാനും ഓടിക്കാനും ഒക്കെ ഒരു പേടി, ഒരു വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും, പലരും ഇപ്പോഴും വിളിച്ചു ചോദിക്കും ഇന്ന് ഞങ്ങളുടെ ജില്ലയിൽ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ കേരളത്തിലാണ് ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പ്രാക്ടീസിന് പോയി, എനിക്കൊരു കോൺഫിഡൻസ് അല്ല, അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ വീട്ടുകാർ മടിപ്പിക്കുന്നവരുണ്ട്, നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, കാരണം ഞാൻ തന്നെ പോയിട്ട് പറ്റുന്നില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, എന്റെ ജില്ല നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നമ്മുടെ ഓഫീസിൽ വിളിച്ചാൽ പോലും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾക്ക് എത്ര വയസ്സായി, അതുപോലെ നിങ്ങളുടെ വാഹനം ഏതാണ്, എത്ര നാളായി ലൈസൻസ് എന്ന് ചോദിക്കില്ല. കാരണം നമുക്ക് അതൊന്നും ഒരു കാരണമല്ല ഇതില്. അപ്പം നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തേർഡ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തേർഡ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വാഹനം എന്ത് ചെയ്യരുത്, നമ്മൾ വാഹനം നിർത്താതെ ഫസ്റ്റ് ഗിയർ കൊടുക്കരുത്. നമ്മൾ ഈ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് എന്താ, എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗിയറാണ്, ഓടിക്കുന്ന ഗിയർ അല്ല. അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് നമ്മളൊരു ബോഡി, അതായത് മരിച്ച ഒരു ബോഡിക്കാണോ വെയിറ്റ് കൂടുതൽ, ജീവനുള്ള ഒരു മനുഷ്യനാണോ, ബോഡിക്കാണ് വെയിറ്റ് കൂടുതൽ എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കിടക്കുന്ന ഒരു വാഹനത്തിന് വെയിറ്റ് കൂടുതലാണ്. അപ്പൊ ആ ഒരു വെയിറ്റ് കൂടിയ വാഹനത്തെ നമ്മൾ എടുക്കണം. ടോർക്ക് കൂടിയ ഒരു ഗിയർ ആയത് ഫസ്റ്റ് ഗിയർ തന്നെ എടുത്താൽ എന്ത് ചെയ്തോളൂ, ആ വാഹനം നീങ്ങുള്ളൂ, നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫസ്റ്റ് ഗിയർ. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തില് എന്ത് ചെയ്യരുത്, വണ്ടി നിൽക്കാതെ ഫസ്റ്റ് ഗിയർ കൊടുക്കരുത്. കാരണം നമ്മളിപ്പോ ഒരു തേർഡ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനം നിർത്തണമെങ്കിൽ ബ്രേക്ക് നമ്മൾ സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ചവിട്ടി വാഹനം നിർത്താം. നിന്ന വാഹനം അല്ലാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കരുത്. ചെറിയൊരു ജീവനുണ്ട്, അതായത് നമ്മളിപ്പോ തേർഡ് ഗിയർ ഓടിക്കൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് ചെറിയൊരു അനക്കമുണ്ട് വണ്ടിക്ക്, ചെറിയൊരു ജീവനുണ്ട്. എന്ത് ചെയ്യാം, ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഇട്ടിട്ട് പതിയെ ക്ലച്ച് എടുക്കാം. അങ്ങനെ സെക്കൻഡേ കൊടുക്കാവും. വണ്ടി നിന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി, അല്ലെങ്കിൽ വണ്ടി കയറുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, നിങ്ങൾ നിർത്തിക്കൊണ്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അല്ല ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഫസ്റ്റ് ഗിയർ ഇടാൻ പാടില്ല. കാരണം നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഷീറ്റടി മിഷന്റെ ഒക്കെ ചക്രം, ഈ ചക്രത്തിൽ കിടന്ന് കറങ്ങുകയാണ് ഇങ്ങനെ. അപ്പൊ ഈ ഒന്നാമത്തെ ഗിയറിൽ കറങ്ങുന്ന സ്പീഡല്ല രണ്ടാമത്തെ ഗിയറിൽ ഈ ചക്രം കറങ്ങുന്നത്, അതേപോലെയല്ല മൂന്നാമത്തെ ഗിയറിൽ ഈ ചക്രം കറങ്ങുന്നത്. അപ്പം ഈ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മേളിലോട്ടുള്ള ഓരോ ഗിയറിൽ ഇടുമ്പോഴും ഈ ചക്രത്തിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിലോട്ട് വെക്കുമ്പോൾ ഇതിനെ പിടിച്ച് നിർത്തുകയാണ് ഈ ഫസ്റ്റ് ഗിയർ ഇടുമ്പോഴത്തെ. എന്ത് ചെയ്യും, അതിന്റെ പല്ലൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഗിയർ വീലിന്റെ പല്ലൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കാരണവശാലും ഏത് ഗിയറിലായാലും നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയർ ഉണ്ടെങ്കിൽ വണ്ടി നിർത്തിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കാവും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്ന കമന്റ് ബോക്സ് ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്ത് സംശയമാണെങ്കിലും ആ കമന്റ് ബോക്സ് ഒന്ന് ചോദിക്കാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തൊരു ഉപകാരമായെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.